നമ്മളൊരു നിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു ദിവസം മുതൽ 3-ാമത്തെ ദിവസത്തിലെത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈ ആരാധനയിൽ സമർപ്പിക്കുന്നത് ഇന്ന് കേട്ട വചനത്തോട് ചേർത്താണ്. അതാണ് വെളിപാട് ഗ്രന്ഥം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഇതൊരു നിങ്ങൾക്കുള്ളൊരു ദൂതാണിത്. ഇത് നിങ്ങളോട് ദൈവം നിങ്ങളെ കേൾപ്പിക്കുന്ന സ്വരമാണ്. ഇതാ ഒരു വാതിൽ ദൈവം നിങ്ങൾക്കായി തുറക്കുന്ന സമയം. ദൈവം ഒരു വാതിൽ തുറക്കും. അതൊന്ന് വിശ്വസിക്കാമോ? ദൈവം ഒരു വാതിൽ തുറക്കും. എന്നെ കേൾക്കുന്ന വിവിധ രാജ്യങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതാണ്, ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ നിന്റെ മുമ്പിൽ ഇതാ സ്ഥാപിച്ചിരിക്കുന്നു. അതാർക്കും പൂട്ടാൻ കഴിയില്ല. ഒരുപാട് വഴികളും വാതിലുകളും നമ്മുടെ അനുഭവത്തിലുണ്ട്. അതൊക്കെ പലതും പൂട്ടിപ്പോയി. പലതും നമുക്കത് വിഷമവും നിരാശയും തന്ന വാതിലാണ്. പക്ഷേ ഈ വാതിൽ അങ്ങനെയല്ല. ഇത് ദൈവം നിനക്കും നിൻ്റെ കുടുംബത്തിനും നിൻ്റെ ഭാവിയെ മുന്നിൽ കണ്ട് സ്ഥാപിച്ചിരിക്കുന്ന, മറ്റൊരാൾക്ക് പൂട്ടാൻ കഴിയാത്ത വാതിലാണ്. അങ്ങനെ ഒരു വാതിൽ തുറക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ചിലർ പറയാറില്ലേ, ഒത്തിരി പേരുടെ പ്രാർത്ഥനാ നിയോഗം, ദൈവം ഒരു വാതിൽ തുറന്നിരുന്നെങ്കിൽ, ദൈവം എന്നെ ജീവിതത്തിൽ ഒരു വാതിൽ തുറന്നായിരുന്നെങ്കിൽ. അങ്ങനെയെങ്കിൽ ആ നിയോഗം മുഴുവൻ ഇപ്പോൾ ഈ പരിശുദ്ധ കുർബാനയിലെ ഇന്നും ജീവിക്കുന്ന ദൈവസാന്നിധ്യത്തിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പോവുകയാണ്, സ്തുതിക്കുകയാണ്. സ്തുതിക്കുമ്പോൾ ദൈവം ആ ഒരു സ്തുതിപ്പിൻ്റെ ഭാഗമായി ഒരു വാതിൽ തുറക്കും. ഇന്നലത്തെ ആരാധനയിൽ പറഞ്ഞൊരു വാക്യം ഓർമ്മയുണ്ടോ? പൗലോസും ശീലാസും സ്തുതിച്ചപ്പം ചങ്ങലകൾ പൊട്ടിയെന്ന് മാത്രമല്ല, അവരുടെ മുമ്പിൽ അടച്ച് പൂട്ടിയ വാതിൽ, അത് ജയിലിൻ്റെ വാതിൽ, നമ്മുടെ വീടിൻ്റെ മുറികളിൽ സ്ഥാപിച്ചിരിക്കുന്ന നോർമൽ വാതിലല്ല, ഒരു ജയിലിൽ സ്ഥാപിച്ചിരിക്കുന്ന വാതിൽ. അത് ഇടിച്ചാലും കുത്തിയാലും ഒന്നും പെട്ടെന്നൊന്നും ആർക്കും തകർത്ത് പുറത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത അത്ര ശക്തിയുള്ള വാതിലാണ്. ആ വാതിലിനെ വരെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം തുറന്നു തന്നു. ദൈവം ഒരു വാതിൽ തുറക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കരങ്ങളൊന്ന് അല്പം ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ ജീവിതത്തെ കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥമൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് സകല രക്തസാക്ഷികളോടും സകല വിശുദ്ധരോടും ഇന്ന് ലോകം മുഴുവൻ അർപ്പിച്ച എല്ലാ വിശുദ്ധ ബലികളോടും ചേർത്ത് ഈ ആരാധനയിൽ ഇന്നും ജീവിക്കുന്ന ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ചേർത്ത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിർത്തിക്കൊണ്ട് ഈ ആരാധനയിൽ നിങ്ങളുണ്ട്. ഈ ആരാധന നിങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങളുണ്ട്. എല്ലാം സമർപ്പിച്ച് സ്തുതിക്കുമ്പോൾ ദൈവം ഒരു വാതിൽ തുറക്കും. എത്രയോ പേര് നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും ശരിയാകില്ല, ഇനി ഒരു വാതിൽ തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് വിഷമമൊന്നും വിചാരിക്കണ്ട, ഞാനത് പറയുന്നതുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കരുത്, എല്ലാ വഴികളും അടഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, നീ അതങ്ങ് ഉൾക്കൊള്ളുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലല്ല ദൈവത്തിൻ്റെ കൃപയും ശക്തിയും പ്രവർത്തിക്കുന്നത്. ദൈവം ഒരു വാതിൽ തുറക്കും. എത്ര അടഞ്ഞിരിക്കുന്നതാണേലും അത് വിശ്വസിച്ച് ഒന്ന് കണ്ണുകൾ സാധിക്കുമെങ്കിൽ ആയിരിക്കുന്ന സ്ഥലത്ത് അടച്ച് വിശ്വാസത്തിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് കൊടുത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരു വാതിൽ തുറക്കും. ദൈവം ഒരു വാതിൽ തുറക്കും. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് ഏറ്റുപറയുന്നു, ഞങ്ങളത് അംഗീകരിക്കുന്നു. അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കൽ കൂടി ഈ നിയോഗത്തെ എല്ലാം ചേർത്ത് വെച്ച് നിങ്ങളോട് ആരാധനയുടെ മുമ്പിലിരുന്ന് പറയുന്ന ഒരു കാര്യമാണ്, ദൈവം ഒരു വാതിൽ തുറക്കും. ആമേൻ. വിശ്വസിക്കുന്ന കർത്താവേ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ ലുത്തിനിയയിലുള്ളൊരു വാക്കുണ്ട്,
സ്വർഗത്തിൻ്റെ വാതിൽ. അതായത് അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്നാണെന്നറിയാമോ? അനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ പോലും അടഞ്ഞു പോകാൻ അമ്മ സമ്മതിക്കില്ല. ആമേൻ. നിങ്ങളുടെ വീടിനെ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ടാണ് പറഞ്ഞത്. ഇത് വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കൊരുക്കമായുള്ള ദിവസത്തെ ശുശ്രൂഷകളാണ്. ഒരു വാതിൽ, ഇന്നു വരെ 1000 വാതിൽ അടഞ്ഞു പോയിക്കൊള്ളട്ടെ, ചെയ്തതെല്ലാം പരാജയം, തൊട്ടതെല്ലാം തോൽവികൾ, എവിടെയും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. എല്ലായിടത്തും എനിക്ക് കിട്ടിയത് അടിയും തിക്താനുഭവങ്ങളും മാത്രം. എനിക്ക് തോന്നുന്നത് എൻ്റെ ബുദ്ധിയിൽ എല്ലാ വഴികളും അടഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് പ്രാർത്ഥിക്കുമ്പം ഇനിയൊരു വാതിൽ, അനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ അടഞ്ഞു പോകാൻ പരിശുദ്ധ അമ്മ സമ്മതിക്കുകയില്ല. നിങ്ങളുടെ കുടുംബത്തിൽ അമ്മയുടെ സാന്നിധ്യം, വഴികളെ തുറക്കുന്ന സാന്നിധ്യം ഉണ്ടാവും. യേശു നിങ്ങളോട് പറയുന്നു, ദൈവം ഒരു വാതിൽ തുറക്കും. ഈ വചനം പറയുമ്പോൾ ഇതെപ്പോഴാണ് ഇതൊരു പാട്ട് പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അത് നിങ്ങളോട് അത് ശ്രദ്ധിച്ചത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വെളിപാട് ഗ്രന്ഥം 1-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ എഴുതിയിട്ടുള്ളൊരു ഭാഗമുണ്ട്. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 1-ാം അധ്യായം 9-ാമത്തെ വാക്യം: നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനായ യോഹന്നാനായ ഞാൻ. ഏത് യോഹന്നാനാന്ന് എഴുതിയിട്ടുണ്ട്? സഹനത്തിലും പീഡകളിലും പങ്കുചേർന്ന യോഹന്നാനായ ഞാൻ. നമ്മളൊരാളോട് പറയില്ലേ, ഇത്രയും വിഷമിക്കുന്ന ഞാൻ, ഇതുപോലെ യോഹന്നാൻ പറയുവാണ്, സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന യോഹന്നാനായ ഞാൻ. എന്നിട്ട് എന്താ എഴുതിയെന്നറിയാമോ? യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യത്തെയും പ്രതി ഞാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. എന്താണ് പത്മോസ്? അതൊരു ദ്വീപാണ്. ഒറ്റപ്പെട്ടുപോയ യോഹന്നാൻ, എല്ലാ വഴികളും ജീവിതത്തിൽ അടഞ്ഞു എന്ന് തോന്നി വളരെ വിഷമത്തിൽ പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ ആയിരിക്കുമ്പം ഒരു കാര്യം സംഭവിക്കുകയാണ്. അങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഞാൻ കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ. ഞാൻ നോക്കുമ്പോൾ എല്ലാ വഴികളും അടഞ്ഞതായി കണ്ട് അങ്ങനെ തകർന്നിരുന്ന് ദൈവ സാന്നിധ്യത്തെ ധ്യാനിക്കുമ്പോൾ എൻ്റെ പിറകിൽ നിന്ന് കാഹളത്തിൻ്റേതുപോയൊരു സ്വരം ഞാൻ കേട്ടു. എന്നിട്ട് പറഞ്ഞു, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കണമെന്ന് യോഹന്നാനോട് പറഞ്ഞു. പ്രിയപ്പെട്ട, ഇത് എഴുതിയിരിക്കുന്ന അടുത്ത പാട്ട് പാടുന്ന പോലെയാണ്. എന്നോട് സംസാരിച്ച സ്വരം എന്താണെന്നറിയാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം അടഞ്ഞ ഒരു വാതിൽ കണ്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്, തുറന്ന ഒരു വാതിൽ യോഹന്നാൻ കണ്ടു. എന്നിട്ട് എന്താ കണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. എഴുതിയത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 12-ാമത്തെ വാക്യം: എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ ഞാൻ തിരിഞ്ഞു നോക്കി. സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോട് ചേർന്ന് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവൻ്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെ, വെൺകമ്പിളി പോലെയും ധവളം പോലെയും, നയനങ്ങളോ തീജ്വാലകൾ പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റേതുപോലെ. അവൻ്റെ വലതുകൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവല വായ്ത്താൾ, വദനം പൂർണ്ണ ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. പത്മോസ് എന്ന ദ്വീപിലിരിക്കുമ്പോൾ നിരാശയല്ല യോഹന്നാൻ കണ്ടത്. ആത്മാവിൽ ലയിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ നിരാശയും മരണമല്ല കണ്ടത്, ദൈവത്തിൻ്റെ ജ്വലിക്കുന്ന സാന്നിധ്യമാണ് ആ തുറന്ന വാതിലിൽ കണ്ടത്. നിങ്ങളും ഒരുപക്ഷെ ഒരു പത്മോസിലായിരിക്കാം, ഒരു വേദനയിലായിരിക്കാം, ഒരു തകർച്ചയിലൂടെ കടന്നു പോവുമായിരിക്കും. എല്ലായിടത്തും നോക്കിയപ്പോൾ നിരാശ മാത്രം തരുന്ന വാതിലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. വാക്കുകൾ കൊണ്ട് വാതിലടയ്ക്കുന്നവർ, കുറ്റം പറഞ്ഞുകൊണ്ട് വാതിലടയ്ക്കുന്നവർ, ശപിച്ചുകൊണ്ട് വാതിലടയ്ക്കുന്നവർ. എന്നാൽ പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ ഇരിക്കുമ്പോൾ ചുറ്റും അടഞ്ഞ വാതിലാണെങ്കിൽ പിറകോട്ട് കേട്ട സ്വരം തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത് തുറന്ന വാതിലിൽ
സ്വർണത്തിന്റെ തിളക്കത്തോടുകൂടെ നിൽക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ഇത് കണ്ടിട്ടാണ് ഒരു പാട്ടുകാരൻ എഴുതിയത്. ഏതോ ഒരു പാട്ടുകാരൻ, ആ പേരെനിക്കറിയില്ലെങ്കിലും ഹൃദയത്തിൽ നിന്ന് എഴുതി ഈ വചനം ഒരു പാട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. 7 വിളക്കിൻ്റെ നടുവിൽ. ഈ ഗാനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യോഹന്നാനുണ്ടായ ഒരു അനുഭവം ഉണ്ടാകട്ടെ. യോഹന്നാനുണ്ടായ ഒരു അനുഭവം, ദൈവം ചേർന്ന് നിൽക്കുന്ന അനുഭവം. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് യോഹന്നാനോട്. ആ യോഹന്നാനോട് പറയുന്ന വാക്കാണ്, നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്തൊരു വാതിൽ ഞാനിതാ സ്ഥാപിച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ പത്മോസിലിരിക്കുന്നവരോട്, ജീവിതത്തിന്റെ തകർച്ചയിലിരിക്കുന്നവരോട്, നിങ്ങളോടാ ദൈവം പറയുന്നേ, ഇന്ന് ആർക്കും ഇനി തൊട്ട് പൂട്ടാൻ കഴിയാത്ത അനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ ഇതാ നിനക്കായി, നിന്റെ കുടുംബത്തിനായി ഞാൻ തുറക്കുന്നു. നമുക്ക് ചേർന്ന് ഒന്ന് പാടി പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ കണ്ണുകളെ അടച്ച് വിശ്വാസത്തോടെ ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുത്ത് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഒന്ന് പാടാം. 7 വിളക്കിൻ നടുവിൽ ശോഭ കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ചൊന്ന് പാടാമോ? ആദ്യനും യേശുവേ, ഈ വചനം ഞങ്ങൾ പാടുമ്പോൾ, ഈ പ്രാർത്ഥന ഞങ്ങൾ പാടുമ്പോൾ കർത്താവേ, ഈ കുടുംബത്തിൽ അങ്ങ് ഇടപെടണമേ. ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ യേശുവേ. ഓരോ നിയോഗങ്ങളുടെ മേലും ദൈവശക്തി വ്യാപരിക്കാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു, ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നു. പത്മോസ് എന്ന ദ്വീപിലായിരിക്കാം നിങ്ങൾ, വളരെ ഒറ്റപ്പെട്ട ഒരു നിലയിലായിരിക്കാം. ഇതാ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ. ഒന്നും കൂടെ ചേർന്ന് പാടുന്നു. അന്ത്യനും നീ മാത്രമേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യരേശുവേ. ആരാധന ആരാധന. ഇന്ന് നമ്മൾ വചനം കേട്ടപ്പോൾ ഒരു കാര്യം കേട്ടു. വചനം വായിച്ച് ധ്യാനിച്ചപ്പം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രവാചകനായ ഏലിയായോട് പറഞ്ഞു, നീ ഇന്ന സ്ഥലത്ത് പോയി താമസിക്ക്. അപ്പോൾ പ്രവാചകൻ ചിന്തിച്ചു, എവിടെ കിടക്കും? അവിടെ എനിക്ക് വീടില്ല, എന്ത് ഫുഡ് കഴിക്കും, എവിടെ കുടിക്കാൻ, എവിടെ നിന്ന് വെള്ളം കിട്ടും? അപ്പോൾ ഇത് മനസ്സിലാക്കി ദൈവം ഈ പ്രവാചകനോട് പറഞ്ഞു, അതൊക്കെ നിനക്ക് തരാൻ ഞാനൊരു വിധവയോട് പറഞ്ഞിട്ടുണ്ട്, നീ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് വിറക് പെറുക്കുന്നൊരു സ്ത്രീയെ കാണുന്നു. പ്രവാചകൻ ചോദിക്കുന്നു, കുടിക്കാൻ ഒരല്പം വെള്ളം? ആ സ്ത്രീ അതെടുക്കാൻ പോയപ്പോൾ പറഞ്ഞു, കുറച്ച് അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരണം, ഞാൻ അല്പം പട്ടിണിയിലാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലാണ്, വിഷമത്തിലാണ്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, പ്രവാചക, അപ്പം തനക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ എല്ലാ വഴികളും അടഞ്ഞതാണ്. ഞാനും എൻ്റെ മകനും അല്പം ഭക്ഷണം ഉണ്ടാക്കി ഇന്ന് രാത്രി മരിക്കാനിരിക്കുകയാണ്. എല്ലാ വഴികളും അടഞ്ഞ ഒരു അന്തരീക്ഷമാണ് അവിടെ. പക്ഷെ അവിടെ വഴി അടഞ്ഞു എന്നാണോ? പ്രവാചകൻ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ പോയി അപ്പവും വെള്ളവും എടുത്തുകൊണ്ട് വാ. അതവൻ്റെ ജീവിതത്തിൽ പ്രവാചകനെ അയച്ചത് ഒരു വഴി തുറക്കാനാണ്. പ്രവാചകനെ ആ വ്യക്തിയുടെ അടുത്തേക്ക് അയച്ചത് ഒന്ന് കാണാനും കേൾക്കാനും അല്ല, ഒരു വഴി തുറക്കാനാ. അങ്ങനെങ്കിൽ ഈ ആരാധന നിങ്ങൾ പങ്കെടുത്തെങ്കിൽ, നിങ്ങളിതിൽ സംബന്ധിച്ചെങ്കിൽ, പ്രാർത്ഥിച്ചെങ്കിൽ, ഇതൊരു വഴി തുറക്കാൻ കാരണമാകും. ഇത് വഴി അടയ്ക്കാനല്ല, വഴി തുറക്കാനാ. അങ്ങനെയെങ്കിൽ ഈ ആരാധനയുടെ സമാപന സമയം നിങ്ങൾ എഴുതി അറിയിച്ച, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഈശോയിലേക്ക് കൊടുക്കുന്നു. വഴികൾ അടഞ്ഞവരുണ്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുണ്ട്, യോഹന്നാനെ പോലെ പത്മോസിൽ കഴിയുന്നവരുണ്ട്. ഒറ്റപ്പെട്ടവനായും തള്ളപ്പെട്ടവരായും പലരുടെയും പഴികളും ശാപവാക്കുകളും കൊണ്ട് കേട്ട് മടുത്ത് ഇനി എന്തിനിത് കേൾക്കണമെന്ന് പറഞ്ഞ് ഒറ്റയ്ക്കായിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്.
തകർന്നവരും തളർന്നവരുമുണ്ട്. പക്ഷെ ദൈവം നിന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു വഴി നിനക്കായി തുറക്കും. ആമേൻ. ഈ 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മളെ തന്നെ ഒരുക്കുമ്പം നിങ്ങളും പറയും, ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു വാതിൽ തുറന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാമോ? മുട്ടിന്മേൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ മുട്ടിന്മേൽ നിൽക്കുക. ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് ഒരു വാതിൽ തുറക്കട്ടെ, ഒരു വാതിൽ തുറക്കട്ടെ.